കോൺഗ്രസ് കെ.പി.സി.സി നിർവാഹക സമിതി യോഗം തിരുവനന്തപുരത്ത് എ.കെ. ആന്റണിയുടെ നേതൃത്വത്തിൽ ഇപ്പോഴും തുടരുമ്പോൾ സീറ്റ് വിഭജന ചർച്ച, അതോടൊപ്പം പ്രചരണമടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ നിലപാട് എങ്ങനെ? അത്തരത്തിലുള്ള ചർച്ച തലസ്ഥാനത്ത് പുരോഗമിക്കുമ്പോഴാണ് സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട ഘടകകക്ഷികളുടെ നിലപാടുകൾ പുറത്തുവരുന്നത്. ലീഗിന്റെ 20 സീറ്റുകൾ, ആ സീറ്റുകളുടെ കാര്യത്തിൽ ഇനി ഒരു വിധത്തിലുള്ള ചർച്ചയുമില്ല. തിരുവമ്പാടി സംബന്ധിച്ച് ഒന്നും പറയേണ്ട കോൺഗ്രസ്, ഇത്തരത്തിലാണ് മുസ്ലിം ലീഗ് പറയുന്നത്. അതോടൊപ്പം തന്നെ JDU-വിന്റെ നിലപാടുകളും വരുമ്പോൾ അതിഥികളിലേക്ക് SR ശക്തിധരൻ, J. അജിത് കുമാർ, ഫക്രുദ്ദീൻ ഇവരിലേക്ക് എത്തുന്നതിന് മുമ്പ് ആദ്യം PC ജോർജിലേക്ക്. ശ്രീ PC ജോർജ്, A.K. ആന്റണിയുടെ നേതൃത്വത്തിൽ വളരെ നിർണായക ചർച്ച എന്ന് KPCC സെക്രട്ടറിമാർ വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവർക്കുള്ളൊരു ക്ലാസ് അത്തരത്തിലാണ് തലസ്ഥാനത്ത് ഇപ്പോൾ പുരോഗമിക്കുന്നു. അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ, കോൺഗ്രസിന്റെ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ, UDF-ന്റെ ചർച്ചകൾ സീറ്റ് ഷെയറിംഗുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ, ഒരു ഘട്ടത്തിൽ UDF-നെ ഏകോപിപ്പിക്കുന്നതിൽ, അവരുടെ നിലപാടുകളെ അടിയുറപ്പിച്ച് നിയമസഭയ്ക്കകത്ത് ഓരോ നിമിഷവും ഭൂരിപക്ഷം ഉറപ്പിക്കുന്നതിൽ ഞാൻ ഒന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് R. സെൽവരാജിനെ മറുകണ്ഠം ചാടിപ്പിച്ച് ഉമ്മൻചാണ്ടിക്കൊരു സേഫ് സോൺ ഉണ്ടാക്കിയ വ്യക്തിയാണ് താങ്കൾ. ഇന്ന് ഈ ചർച്ചകളിലൊന്നും താങ്കളില്ല, അപ്പോഴും ചർച്ച പുരോഗമിക്കുകയാണ്. ഈ ചർച്ചയെ ഏതു തരത്തിൽ പുറത്തു നിന്നുകൊണ്ട് PC ജോർജ് കാണും? ഞാന് സെൽവരാജിനെ ചേർത്ത് കൊടുത്ത മഹാഭാവം തീർക്കാൻ കഴിഞ്ഞ 1.5 കൊല്ലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയും മാണി എന്ന ധനകാര്യമന്ത്രിയും ഈ കേരളത്തോട് കാണിക്കുന്ന കൊള്ളിവയ്പ്പും ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ പുറത്തല്ല നിൽക്കുന്നത്. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ട് സഹകരിച്ചാണ് നിൽക്കുന്നത്. ഞാനിത് പറയാൻ കാരണം, ഇതിപ്പോ ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊക്കി പറയുകയല്ല. ഉമ്മൻചാണ്ടിയുടെ തെറ്റിനെതിരെ ശക്തമായി പ്രതികരിച്ചത് കൊണ്ടാണല്ലോ ഉമ്മൻചാണ്ടി മുന്നണിയിൽ തന്നെ പുറത്താക്കാൻ നോക്കിയത്. KM മാണിയുടെ കർഷക വിരുദ്ധ നടപടിയുടെ പേരിലാണല്ലോ ഞാനത് പരസ്യമായി എതിർത്തത് കൊണ്ടാണല്ലോ മാണിയും ഉമ്മൻചാണ്ടിയും ചേർന്നുകൊണ്ട് എന്നെ കാലുമാറ്റ നിരോധന പ്രകാരം പുറത്താക്കിയത്. അപ്പൊ ഇതൊക്കെ മുന്നിലുള്ളപ്പോ ഞാൻ പുറത്ത് നിൽക്കുന്നതെന്ന് കൊണ്ടാണ് ഞാന് കേരളത്തിനകത്താണ് നിൽക്കുന്നത്, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തനാണ് എന്ന് കയ്യിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഒരു കാര്യം, UDF-ലെ ചർച്ച എന്താ? UDF-ലെ ചർച്ച ഒരിക്കലും തീരാൻ പോകുന്നില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, അവിടെ എപ്പോഴും മൺപാട്ടി മേധാവിത്വം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനാണെന്ന് പറയുന്നെങ്കിലും കോൺഗ്രസിനകത്ത് ഉള്ള ഉമ്മൻചാണ്ടിയും അതോടൊപ്പം മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബും KM മാണി, ഇവർ മൂന്നും ചേർന്നുള്ള ഒരു കോക്കസ്. ആ കോക്കസിനൊപ്പം രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ വേറൊരു കോക്കസ്. അതിനൊക്കെ വ്യത്യസ്തമായി നമ്മുടെ PM സുധീരന്റെ പ്രത്യേക കോക്കസ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞ് പ്രശ്നം ഉദിക്കുന്നില്ല. അത് തന്നെയല്ല, അഴിമതി കൊണ്ടും പേരുദോഷം കൊണ്ടും നശിച്ച് നാറിയ ഒരു ഗവൺമെന്റാണിത്. ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുത്ത മുന്നണി ഇനി അധികാരത്തിൽ കൊണ്ടുവരാൻ കേരളത്തിലെ ജനം തയ്യാറാകില്ല എന്ന് ബോധ്യമായ സാഹചര്യത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ ഉൾപ്പെടെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞതോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പറ്റിയുള്ള തർക്കമേ തീർന്നു. പലർക്കും സംശയമായിരുന്നു. അത് തന്നെയല്ല, കേരളം മുഴുവൻ ജാഥ നടത്തി. പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയന്റെ ജാഥ, ആ ജാഥയ്ക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ സ്വീകരണം അത്ര വലുതായിരുന്നു. എല്ലാ മേഖലയിലും ജനങ്ങളുടെ സ്വീകരണം വാങ്ങിക്കൊണ്ട് ജനകീയ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ചുകൊണ്ട് ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഫീൽഡിലേക്ക് വരുമ്പോ കോൺഗ്രസ് മുന്നണി തകർന്ന് തരിപ്പണമാകാൻ പോവാണ്. അതോടൊപ്പമാണ് BJP വരുന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ ബോധ്യമായ ഒരു കാര്യം, UDF-ന്റെ വോട്ടാണ് നമ്മുടെ BJP കൊണ്ടുപോകാൻ പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യമുള്ള 5% വോട്ട് കൊണ്ടുപോ. അപ്പോ UDF-ന്റെ ഒരു 30% വോട്ട് അവർ കൊണ്ടുപോകും. അപ്പൊ സ്വാഭാവികമായി സംഭവിക്കാൻ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യമുള്ള വലിയ ഒരു ഭൂരിപക്ഷത്തോടുള്ള വിജയമാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. അതുകൊണ്ട് CTV ചർച്ചയിൽ ജോർജ് നെല്ലൂരിന്റെ പറഞ്ഞ കേട്ടായിരുന്നു, മാനാഭിമാനം നഷ്ടപ്പെട്ടു പോയി ചർച്ചയിൽ പോരെ, അപമാനിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ സീറ്റില്ല, എന്നാലും മാന്യതയോട് പറയാനുള്ള മര്യാദ ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാർ കാണിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് UDF വലിയ പരാജയം ഉണ്ടാകാൻ പോകുമ്പോ, അത് തന്നെയല്ല, മുങ്ങാൻ പോകുന്ന ഒരു കപ്പലാണെങ്കിൽ എല്ലാവരും ജീവനും കൊണ്ട് ചാടി ഓടും എന്നത് UDF-ൽ നിന്ന് ഇപ്പൊ ചാടി ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. ആ UDF-ൽ നിന്ന് ഒറ്റച്ചാട്ടമല്ല, ഇപ്പൊ കേരള കോൺഗ്രസ് സ്ട്രാ തന്നെ UDF-ൽ നിന്ന് ചാടിയില്ലേ. ഇപ്പോ ഇനി വേറെ വലിയ മാന്യന്മാരൊക്കെ കടന്നു വരും, ഞങ്ങൾ UDF ആണെന്ന് പറയും. കാരണം UDF അധികാരത്തിൽ വരാൻ പോവാ, അതിന് ശീതള ചായ ഇരുന്ന് സുഖിച്ചു കളയാമെന്ന് ചിന്തിക്കും. എന്റെ അഭിപ്രായത്തിൽ ചാടി വരുന്ന എല്ലാവരെയും സ്വീകരിക്കണം.
എല്ലാവരും നമ്മുടെ മുന്നിനോടൊപ്പം നിൽക്കട്ടെന്ന് ഞാൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യത്തോടൊപ്പം നിൽക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ അവസാനമായ ഒരു കാഴ്ച കാണേണ്ടി വരും എന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ PC ജോർജ്, ഞാൻ UDF-ൽ നിന്ന് താങ്കൾ പുറത്തു നിൽക്കുന്നു എന്ന് പറയാൻ കാരണം ഇന്ന് ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു സംഭവം സോളാർ കമ്മീഷനിൽ നടന്നു. തമ്പാനൂർ രവി സരിതയെ 507 തവണ വിളിച്ചു എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സോളാർ കമ്മീഷൻ എന്ന് പറയുകയുണ്ടായി. രവി പറഞ്ഞു, ഇല്ല, എന്നെയാണ് വിളിച്ചത്. ഒറ്റ വാദഗതികളെയും സോളാർ കമ്മീഷൻ അംഗീകരിച്ചില്ല. അപ്പോഴൊക്കെ ആ കാര്യമായി കഴിഞ്ഞാലും അതോടൊപ്പം താങ്കളെ തന്നെ സ്പീക്കർ N ശക്തനുമായി ബന്ധപ്പെട്ട കാര്യമായി കഴിഞ്ഞാലും UDF-മായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ PC ജോർജിനെ ചൂണ്ടിക്കാണിച്ചാൽ UDF-ന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ പറയുന്നു, പുറത്തുപോയ PC ജോർജിനെ എന്തിന് നിങ്ങൾ കോട്ട് ചെയ്യുന്നു? ആ ചോദ്യത്തോട് താങ്കളുടെ പ്രതികരണം അതേ രീതിയിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞത് കൊണ്ടതാണ് UDF-ന്റെ പുറത്ത് ഞാൻ ആ കാര്യം സൂചിപ്പിച്ചതും. അതങ്ങനെ നിൽക്കട്ടെ PC ജോർജ്. അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? എനിക്ക് അതാണ് അറിയേണ്ടത്. ചർച്ചകൾ വരുമ്പോൾ ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു 20 സീറ്റുകളുടെ കാര്യത്തിൽ തിരുവമ്പാടി കോൺഗ്രസെ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരണ്ട, ഞങ്ങൾ പ്രഖ്യാപിച്ചു മുന്നോട്ട് പോകും മത്സര രംഗത്ത് എന്നൊരു പ്രമുഖ കക്ഷിക്ക് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഉറച്ച് പരസ്യ പ്രസ്താവന നടത്താമെങ്കിൽ ഈ കോൺഗ്രസ് നേതാക്കളുടെ അവസ്ഥ എന്താണ് PC ജോർജ്? ഇത്ര ദുരിതത്തിലാണോ ഈ നേതൃത്വത്തിന്റെ നട്ടെല്ല്? മുസ്ലിം ലീഗ് നേതാവിന് മുമ്പിൽ നിറഞ്ഞു വർത്തമാനം പറയാൻ കോൺഗ്രസിന് കഴിയില്ല. ഇതിന് എല്ലാം നഷ്ടപ്പെട്ട് കൈയും കാലും നഷ്ടപ്പെട്ട് മന്ത്രിസ്ഥാനം പോയി കിടക്കുന്ന മുമ്പിൽ പോലും അന്തസ്സായി വർത്തമാനം പറയാൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് കഴിയുന്നില്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എല്ലാം അവതാളത്തിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കപ്പൽ മുങ്ങുകയാണ്. അതിൽ ചാടി രക്ഷപ്പെടും, പലരും ചാടി രക്ഷപ്പെടണമെന്നുണ്ട്. യാതൊരു സംശയം വേണ്ട, ഈ മുന്നണി UDF തകർന്ന് തരിപ്പടമായി. എന്നെ സംബന്ധിച്ചിടത്തോളം UDF-ന്റെ തകർച്ച അത് കഴിഞ്ഞ് 1.5 കൊല്ലമായി ഈ തകർച്ച ആവശ്യമാണെന്ന് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇതിപ്പോ സോളാർ കമ്മീഷൻ പറഞ്ഞു. സോളാർ കമ്മീഷൻ മരച്ചിരുന്ന സോളാർ കമ്മീഷൻ ജീവൻ വെപ്പിച്ചു കൊടുത്തത് ഞാൻ തന്നെ പോയി സ്റ്റേറ്റ്മെന്റ് കൊടുത്താണ്. സോളാർ കമ്മീഷൻ പറയും, ആദ്യമായിട്ട് സോളാർ കമ്മീഷനിൽ സാക്ഷി വിസ്താരത്തിൽ ഇന്ന ആളുകളെ വിസ്തരിക്കണമെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തത് ഞാനാണ്. ഞാൻ സോളാർ കമ്മീഷൻ മുമ്പ് ഹാജരായി 3 ദിവസം സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് സോളാർ കമ്മീഷൻ സോളാർ കേസിൽ എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കി. അതിന്റെ അടിസ്ഥാനത്തിലാണ് കരുണാകരന്റെ പാവം പയ്യനെ ഉൾപ്പെടെ വിസ്തരിച്ചതും അതോടൊപ്പം ഞാൻ ഹാജരാക്കിയ 1 കോടി 60 ലക്ഷം അല്ല 160 കോടി രൂപയുടെ ഇടപാട്, 100 കോടി 60 ലക്ഷം രൂപയുടെ ആ സൗരോർജ്ജ ഇടപാടും കാര്യങ്ങൾ സംബന്ധിച്ച് ഈ പാവം പൈ കൊടുത്ത PC ജോർജ്, ആ സോളാർ കമ്മീഷന്റെ കാര്യം അത്തരത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് അതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ കാര്യം താങ്കൾ പറഞ്ഞു. അവർക്ക് മുന്നിൽ നാവെടുക്കാൻ കഴിയാത്തൊരു നേതൃത്വം കോൺഗ്രസ് നേതൃത്വമാണെങ്കിൽ ഈ KM മാണി കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് M മത്സരിച്ചത് 15 സീറ്റുകളിലാണ്. മാണി ആവർത്തിച്ച് ചോദിക്കുന്നു, എനിക്ക് 3 സീറ്റ് കൂടി വേണം. 18 സീറ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ, നിങ്ങൾക്ക് കേരള കോൺഗ്രസിന് M-ന് തരാൻ കഴിയുമോ? കഴിഞ്ഞില്ലെങ്കിൽ 18 സീറ്റ് തരൂ, ഒന്നുപോലും കുറച്ച് ഇനി ഞാൻ ചർച്ചയ്ക്കില്ല, KM മാണി പറയുകയാണ്. മാണി പറഞ്ഞതിനെ പറ്റി എനിക്കിപ്പോ സഹതാപം പുച്ഛം തോന്നുന്നു. മാണിയുടെ ഗതികേടെന്നല്ല നമ്മളെന്തോ പറയാനാ. മാണിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് തന്റെ ഇടത്തോടെ നിന്ന് കൊടുക്കുന്നത് മേടിച്ചുകൊണ്ടായാലും പോകും. പക്ഷെ ഉമ്മൻചാണ്ടിക്ക് മേല എല്ലാത്തിന്റെ വീതം അവർ തമ്മിൽ പങ്കുവച്ചിരിക്കല്ലേ. മാണിയും മാനും കൂടെ ഉമ്മൻചാണ്ടിയുടെ കാശിന്റെ കാര്യം പങ്കുവച്ചിരിക്കുമ്പോ അവർക്ക് എന്നാ ചെയ്യാൻ പറ്റും? അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാണിയുടെ തീരുമാനം എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി പുറത്തു വിടാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഏതായാലും ഇതൊക്കെ നശിച്ച മുന്നണിയാണ്. UDF തകർന്നേ മതിയാവും. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ PC ജോർജ്, താങ്കളുടെ പ്രതികരണത്തിന്. SR ശക്തിധരൻ അതോടൊപ്പം J അജിത് കുമാറും ഫക്രുദ്ദീനും കൂടി ചേരുമ്പോൾ ആദ്യം താങ്കളിലേക്കാണ് ശ്രീ J അജിത് കുമാർ. ഇനി ഞാനായിട്ടൊന്നും ചോദിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. PC ജോർജ് പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പുറത്താണെങ്കിൽ UDF-ന് പുറത്താണെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചു. അത് കാതലായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഒറ്റ നോട്ടത്തിലെങ്കിലും പറയാൻ സാധിക്കും അജിത് കുമാർ. ശ്രീ പ്രദീപ്, തുടക്കത്തിൽ അങ്ങ് പറഞ്ഞ ഒരു പ്രസ്താവനയോട് തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനതിന് മറുപടി പറയട്ടെ. UDF-ൽ ചർച്ച എങ്ങും എത്തിയില്ല എന്നുള്ളതായിരുന്നല്ലോ നമ്മുടെ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അവിടെ നിന്നാണല്ലോ ഇതിലേക്ക് പോയത്. അതോടൊപ്പം തന്നെ എനിക്ക് ബഹുമാന്യനായ ശ്രീ PC ജോർജിനോട് സഹതാപത്തോടെ അദ്ദേഹം പറഞ്ഞതിനോട് ചില കമൻറ്റുകളും എനിക്ക് പറയേണ്ടതുണ്ട്. UDF-ന് ചർച്ച എങ്ങും എത്തിയില്ല എന്ന് പറയുന്നത് ഒരു ശരിയായ പ്രസ്താവനയല്ല. 1. 2,
ചർച്ച അതിൻ്റെ ആരംഭഘട്ടം മുതൽ ഇങ്ങനെ കുറേശ്ശെ കുറേ സമയമുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ ആ തീരുമാനങ്ങൾ മെയ് 16 ഇലക്ഷൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ ചർച്ചകളിലെയൊക്കെ ആവേഗം അങ്ങ് കുറഞ്ഞു. അപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്. നോമിനേഷൻ കൊടുക്കാൻ ഏപ്രിൽ 24 വരെ സമയമുണ്ട്. അങ്ങനെ ഇതുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ഒരു ഈ പറഞ്ഞ പോലെയുള്ള ധൃതി പിടിച്ചൊരു തീരുമാനം എടുക്കേണ്ട ഒരു ഘട്ടം അല്ല ഇപ്പോൾ ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയ ഇലക്ട്രൽ പൊളിറ്റിക്സിലുള്ളത്. LDFനും അത് തന്നെ ബാധകമാണ്. അപ്പോൾ അങ്ങനെ ധൃതി പിടിച്ച ഒരു തീരുമാനത്തിലേക്കും പോകേണ്ട കാര്യമില്ല. പിന്നെ ലീഗിൻ്റെ 20 സീറ്റുകൾ തിരുവമ്പാടി ഉൾപ്പെടെയുള്ള സീറ്റുകളെക്കുറിച്ച് പറയുമ്പോൾ ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റ് മുഴുവൻ ലീഗിന് കൊടുക്കാൻ UDF നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്ന കാര്യമാണ്. അതിലൊരു തർക്കവുമില്ല. അവിടെ പാണക്കാട് തങ്ങളുടെ മുന്നിലോ അല്ലെങ്കിൽ ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയുടെ മുമ്പിലോ ഒന്നും കോൺഗ്രസ് നേതൃത്വം മുട്ടുമടക്കേണ്ട ഒരു പ്രശ്നവുമില്ല. ശ്രീ PC ജോർജ് പറഞ്ഞ പോലെ ഒന്നും അല്ലല്ലോ ആവശ്യം. പിന്നെ ശ്രീ KM മാണി 15 സീറ്റ് കഴിഞ്ഞ തവണ മത്സരിച്ചു, 3 സീറ്റ് കൂടുതൽ ചോദിച്ചു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇവരൊക്കെ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ സ്വന്തം പാർട്ടിക്ക് വേണ്ടി കൂടുതൽ സീറ്റുകൾ ബാർഗൈൻ ചെയ്തെടുക്കുക എന്നുള്ള ഏത് നേതാവിൻ്റെയും ഉത്തരവാദിത്വമാണ്, കടമയാണ്. അതിൽ അയാൾ പരാജയപ്പെട്ടാൽ അയാളുടെ നേതൃത്വ ശൈലി പോലും ചോദ്യം ചെയ്യപ്പെടേണ്ടി വരും. അപ്പോൾ ശ്രീ കുഞ്ഞാലിക്കുട്ടി ആയാലും ശ്രീ KM മാണി ആയാലും അല്ലെങ്കിൽ ശ്രീ വീരേന്ദ്രകുമാർ ആയാലും അല്ലെങ്കിൽ ശ്രീ അസീസോ പ്രേമേന്ദ്രനോ ആരും ആയിക്കോട്ടെ, അവരൊക്കെ അവരവരുടെ പാർട്ടിക്ക് വേണ്ടി കൂടുതൽ സീറ്റുകൾ ബാർഗൈൻ ചെയ്യുക എന്നുള്ളത് അവർ സാമാന്യമായിട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ മര്യാദയല്ലേ. അതിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞ് വരുന്ന തീരുമാനമനുസരിച്ച് ആ തീരുമാനങ്ങൾക്ക് വിധേയമായി തന്നെയായിരിക്കും UDF ഒറ്റക്കെട്ടായിട്ട് ഇലക്ഷനിലേക്ക് പോവുക ശ്രീപതി. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയേണ്ടത്, ഈ പറഞ്ഞ അങ്ങനെ ഒരു മുട്ടുമുടക്കലിന് പ്രശ്നമൊന്നുമില്ല. ശ്രീ PC ജോർജിനോട് എല്ലാ ബഹുമാനവും വെച്ചു, ബഹുമാനത്തിലുപരി സ്നേഹവുമുണ്ട്. അച്ചായെന്ന് ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്ന ആളാണ്. അജിത്തേന്ന് എന്നോട് സ്നേഹമുണ്ടെന്ന് ഞാൻ കരുതുന്നു. മാറിയിട്ടില്ല. ആ സ്നേഹവും ബഹുമാനവും വെച്ച് പറയാൻ അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? അദ്ദേഹം പൂഞ്ഞാറിൽ സ്ഥാനാർത്ഥിയാണോ? അദ്ദേഹം ഏത് മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്? പൂഞ്ഞാറിൽ LDF മറ്റാരോ തിരയുന്നു എന്ന് കേട്ടു, മറ്റാരോ തീരുമാനിക്കുന്നു എന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ശ്രീ PC ജോർജൊക്കെ തീർച്ചയായിട്ടും അസംബ്ലിയിൽ ഉണ്ടാകേണ്ടതാണ്. ചീഫ് വിപ്പായിട്ടല്ലെങ്കിലും ചീഫ് വിപ്പായിട്ടായെങ്കിലും അല്ലെങ്കിൽ മന്ത്രിയായിട്ടായാലും ഏത് പദവിയിലായാലും PC ജോർജൊക്കെ കേരള നിയമസഭയിൽ ഉണ്ടാകേണ്ടത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൊതുവായ കാര്യമാണ്. അത്രമേൽ നിർണായകമായ നിലപാടുകളാണ് അദ്ദേഹം കേരളത്തിലെ ഓരോ. ആ PC ജോർജിനെ പുറത്താക്കാൻ വേണ്ടിയാണ് N ശക്തൻ എന്താണ് പറഞ്ഞത്? ജനാധിപത്യത്തിന്റെ ഒരു മര്യാദയും സൂക്ഷിച്ചില്ല എന്ന് പറഞ്ഞത് ഹൈക്കോടതിയാണ്. ശ്രീ PC ജോർജ് രാജിക്കത്ത് കൊടുത്തു, അത് സ്വീകരിച്ചില്ല. അത് അതെ, പക്ഷേ അതൊക്കെ കോടതിയിൽ വന്നു. അതൊരു ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോലും വഴി തുറക്കുന്ന ഒരു വിധിയാണ് ഇപ്പോൾ കോടതിയിൽ നിന്നുണ്ടായത്. പക്ഷേ ആ സ്പീക്കറുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ പറഞ്ഞതല്ല, പൂഞ്ഞാർ എന്നുള്ളതിലേക്ക് വന്നുകൊണ്ട് ഒരു പക്ഷേ താങ്കൾ അത്തരം അഭിപ്രായം പറയുമ്പോൾ നിയമസഭയിൽ ഉണ്ടാകേണ്ട PC ജോർജിനെ യാതൊരു നിയമവ്യവസ്ഥയിലും അല്ലാത്ത പുറത്താക്കാൻ എല്ലാ പൊളിറ്റിക്കൽ അസംബ്ലി സ്പീക്കർക്ക് അദ്ദേഹത്തിൻ്റെതായ നിലപാടുകൾ എടുക്കാൻ പറ്റുമല്ലോ. നിലപാടാണത് ഞാൻ അതിനകത്ത് ഇപ്പോൾ അതിനകത്ത് N ശക്തൻ നാടാരായാലും അല്ലെങ്കിൽ പാലോട് രവി ആയാലും അതിൻ്റെ സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കർ അതൊന്നും നമ്മൾ കാണേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ ചട്ടം അദ്ദേഹത്തിന് കിട്ടിയ നിയമോപദേശം അനുസരിച്ച് സ്പീക്കർ പെരുമാറി. ഓക്കെ, ശ്രീ PC ജോർജിന് ഇനിയായാലും നീതിന്യായ വ്യവസ്ഥയെ സമീപിക്കാം. പക്ഷേ അതൊരു ജുഡീഷ്യറി ലെജിസ്ലേച്ചർ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ജനാധിപത്യ മറ്റൊരു വിഷയം. SR ശക്തിധരനിലേക്ക്. ശ്രീ SR ശക്തിധരൻ, അജിത് കുമാർ ചൂണ്ടിക്കാണിക്കുന്നത് PC ജോർജ് പറഞ്ഞു കഴിഞ്ഞു, മോസ്റ്റ് വേഴ്സ്റ്റ് സർക്കംസ്റ്റാൻസസിൽ കൂടെ UDF പോവുകയാണെങ്കിൽ ചർച്ചകൾ അതിൻ്റെതായ അർത്ഥത്തിൽ പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസ് അജിത് കുമാർ അത് പറയും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം ചർച്ചകൾ പോവുകയാണെങ്കിൽ എന്താണ് വേണ്ടത്? PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് പറഞ്ഞത് എന്താ? 20 സീറ്റുകളുടെ കാര്യത്തിൽ തിരുവമ്പാടിയാണ് ചർച്ചയെങ്കിൽ നിങ്ങൾ തിരുവമ്പാടിയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട. ഞങ്ങൾ 20 സീറ്റ് പ്രഖ്യാപിച്ചു, ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും, ഞങ്ങൾ പ്രചരണ രംഗത്താണ്, വേണമെങ്കിൽ പിന്നാലെ വരിക എന്ന് പ്രമുഖൊരു കക്ഷിയോട് മുസ്ലിം ലീഗ് പറയുന്നു. അത് കൂട്ടിച്ചേർക്കുന്നു. അതോടൊപ്പം തന്നെ KM മാണി എന്ത് പറഞ്ഞു? 18 സീറ്റ് വേണം, എങ്കിൽ മാത്രമേ ഞാൻ ഇനി ചർച്ചയ്ക്കുള്ളൂ എന്ന് തന്നെ പറയുമ്പോൾ അജിത് കുമാർ ചൂണ്ടിക്കാണിക്കുന്ന ഈ ചർച്ച എവിടെയാണ് നിൽക്കുന്നത്? SRS അല്ല, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുസ്ലിം ലീഗിന് ഈ മുന്നണിക്കകത്ത് അമിതമായ സ്വാധീനവും ഇച്ഛാശക്തിയൊക്കെ ഉള്ളൊരു പാർട്ടിയാണ് എന്നുള്ള കാര്യം കോൺഗ്രസ് അംഗീകരിച്ചിട്ടുണ്ടെന്നുള്ളത് യാതൊരു സംശയവുമില്ല. അത് ഈ മുന്നണി അധികാരമേറ്റ ആദ്യകാലം മുതൽക്ക് തന്നെ ആ ഒരു സമീപനത്തോടു കൂടിയിട്ടാണ് മുസ്ലിം ലീഗ് പ്രവർത്തിച്ചത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയവരാണ്. ഒന്നും ചെയ്യാൻ ഈ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല, ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞില്ല. കാരണം അതായിരുന്നു ആ മുന്നണിയുടെ അന്നത്തെയും ഇന്നത്തെയും അവസ്ഥ. ഇപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഒരു മുന്നണി സംവിധാനത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം ഒരു പാർട്ടി, ഒരു ഘടകകക്ഷി ചെയ്തിട്ട് അതിനെക്കുറിച്ചൊരു കമാന്നൊരക്ഷരം ഉണ്ടാൻ നമ്മുടെ രാജ്യത്തിലെ മുഖ്യധാരാ പത്രങ്ങളോ അതുപോലെ തന്നെ ചാനലുകളെ ഞാൻ പറയില്ല, മുഖ്യധാരാ പത്രങ്ങൾ തയ്യാറാകുന്നില്ല. മറിച്ചായിരുന്നെങ്കിൽ
വലിയേട്ടൻ മനോഭാവം അടിച്ചേൽപ്പിക്കുന്ന പത്രങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അവരൊക്കെ ഇപ്പോൾ കമാന്നൊരക്ഷരം മിണ്ടാതെ മുസ്ലിം ലീഗിൻ്റെ ഈ തേരോട്ട വാഴ്ചയെ അല്ലെങ്കിൽ തേർവാഴ്ചയെ കണ്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഇന്ന് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ നാം കാണുന്നത്. ഇന്നും പറഞ്ഞാൽ അവർ 24 പേര് അവർ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. 20 പേരെ അവർ നേരത്തെ തന്നെ അങ്ങ് പ്രഖ്യാപിച്ചു. 4 പേരുടെ കാര്യത്തിൽ വേണമെങ്കിൽ വെച്ച് മാറാം എന്നുള്ള ഒരു ഓഫർ കോൺഗ്രസിൻ്റെ മുമ്പിൽ വെച്ച് അതുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഐക്യമെന്ന് പറയുന്ന കാര്യം ആ മുന്നണിക്കകത്തില്ല, കീഴടങ്ങൽ മാത്രമേ ഉള്ളൂ. ആ കീഴടങ്ങുന്നത് മുഴുവൻ കോൺഗ്രസ്സാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരുപക്ഷെ KM മാണിയുടെ മുമ്പിലും അവർക്ക് ഈ 18 സീറ്റ് കൊടുത്ത് കീഴടങ്ങേണ്ടതായിട്ട് വന്നാൽ അതിനകത്ത് അത്ഭുതപ്പെടാനില്ല. അതാണ് ഇന്നത്തെ അവരുടെ അവസ്ഥ. ഇവിടെ PC ജോർജ് പറഞ്ഞു. PC ജോർജാണ് യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മുന്നണിയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചതും അതിനുവേണ്ടി കരുക്കൾ നീക്കിയതും അതിനുവേണ്ടി വൃത്തികേടുകൾ കാണിച്ചതും PC ജോർജാണെന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ PC ജോർജ് തന്നെ ഇന്ന് തിരിഞ്ഞു നിന്ന് ഈ മുന്നണിയെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ എന്താണ് ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് തോന്നുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വലിയ അന്വേഷണങ്ങളൊന്നും നടത്തേണ്ട കാര്യമില്ല. ഈ മുന്നണിയിൽ അവരുടെ സീറ്റ് തർക്കം അത് തീരില്ല എന്നും ഞാൻ പറയില്ല, തീരും തീരാതെ എങ്ങും പോകാൻ പറ്റില്ല ഇവർക്കാർക്കും. അതുകൊണ്ട് അവരവസാനമാകുമ്പോൾ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സീറ്റ് വിഭജന ചർച്ചയും നടത്തി, ഒരു സീറ്റുകളുടെ പങ്കുവെപ്പും നടത്തി അവരെ ഈ രാജ്യത്തിലെ ജനങ്ങളെ വീണ്ടും ഒന്നുകൂടി പറ്റിക്കാൻ കഴിയുമോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സമീപനം എടുത്തുകൊണ്ട് വരും എന്നുള്ള കാര്യത്തിൽ നമ്മളാരും സംശയിക്കേണ്ട. കാരണം തെരഞ്ഞെടുപ്പിനെ നേരിടണമല്ലോ. അതുകൊണ്ട് ഈ പാർട്ടിക്കാർക്ക് ആർക്കും ഇന്ന് അവർ ചെന്ന് അകപ്പെട്ടിട്ടുള്ള ഈ വലയത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവരെല്ലാവരും നിലകൊള്ളുന്നത്. മറ്റേ LDFിൻ്റെ ഭാഗത്തും ഇതുപോലെ തന്നെയുള്ള സീറ്റ് ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവിടെയും ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് അവസാനം അവർക്കും ആ രീതിയിലുള്ള ഒരു നിലപാടെടുത്ത് അവർ രാഷ്ട്രീയ നിലപാടെടുത്ത് ഈ മുന്നണിക്കെതിരായിട്ട് UDFിനെതിരായിട്ടുള്ള സമരം നയിക്കേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. ഫക്രുദ്ദീൻ, അവിടെയാണ് SRS ചൂണ്ടിക്കാണിക്കുമ്പോൾ അജിത് കുമാർ നേരത്തെ പറഞ്ഞതനുസരിച്ച് SRS പറയുന്ന കാര്യം ഏറ്റവും ഈ ചർച്ച ഇനി അത്തരത്തിൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അതായത് അജിത് കുമാർ പറയുന്നു ചർച്ചകൾ ആ വഴിക്കാണ് പോകുന്നത്, ചർച്ചകൾ നടക്കുന്നു. SRS ചൂണ്ടിക്കാണിച്ചത് മുസ്ലിം ലീഗിന്റെ സ്ഥാനത്തായി കഴിഞ്ഞാൽ, കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനത്തായി കഴിഞ്ഞാൽ കോൺഗ്രസ് അവർ പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകുന്നു. കോൺഗ്രസിന്റെ സ്ഥിതി, കോൺഗ്രസിന് ആ ഒരു സ്ഥിതിയിലേക്ക് വരുന്നൊരവസ്ഥ നാം ചർച്ച ചെയ്യേണ്ടതല്ലേ? കാരണം കേരള കോൺഗ്രസ് എം അത് KM മാണിയുടെ അവസ്ഥയാണെങ്കിൽ എവിടെയാണ്? അതിലൊരു പൊളിറ്റിക്സ് ഉണ്ട്. പൊളിറ്റിക്സ് ഇല്ലേ? അഴിമതിയുടെ രാഷ്ട്രീയമാണെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ നമുക്കറിയാം ഏറ്റവും ആർജവത്തോടെ നിൽക്കേണ്ട ഒരു കോൺഗ്രസ്, പറയേണ്ട ഒരു കോൺഗ്രസ്, നമുക്ക് ആന്റണി കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് മുന്നോട്ടുള്ള ഏത് ഘട്ടവും എടുക്കട്ടെ, ഈവൻ കെ കരുണാകരൻ്റെ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ പറയും ഇതാണ് കാര്യം, ഇന്ന കാര്യങ്ങൾ ചർച്ചകൾ നടക്കുമ്പോഴും. കെ കരുണാകരൻ്റെ എത്രയോ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നാം കണ്ടിട്ടുണ്ട്. ഘടകകക്ഷികൾക്ക് അന്നും ശക്തി ഉണ്ടായിട്ടുണ്ട്. AK ആന്റണി എടുത്തപ്പോൾ, മുൻകാല ഉമ്മൻചാണ്ടി ഇരുന്ന കാലങ്ങളിലൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു 24-20 എന്നുള്ള കാര്യം. KM മാണിയെപ്പോൾ ഒരു വ്യക്തി പറയുകയാണ് അഡീഷണൽ എനിക്ക് 3 കൂടി വേണം. അവിടെയൊക്കെ ചർച്ചകൾ നടന്നോട്ടെ, എന്നായാലും ഒരു പരിസമാപ്തി ഉണ്ടാകും. SRS പറയും പോലെ UDF മത്സരിക്കുകയും ചെയ്യും. സീറ്റ് ഷെയറിംഗ് അതൊക്കെ അതിൻ്റെ ഒരു പ്രോസസ്സാണ്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പോലും കോൺഗ്രസിനെ വരച്ച വരയിൽ നിർത്താൻ ഇവർക്ക് സാധിക്കുന്നുവെങ്കിൽ ആത്മാഭിമാനമോ ബോധമോ അല്ലെങ്കിൽ ഞങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരും അതിൽ പങ്കാളിയാണ് എന്ന വസ്തുതയ്ക്ക് ഒരു ഉറപ്പ് ലഭിക്കുന്നു. അല്ല, ഇവിടെ നമ്മുടെ പ്രിമേഴ്സിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. കരുണാകരന് ശേഷം അങ്ങനെ കോൺഗ്രസിന് അപ്രമാദിത്യം ഒന്നും UDFിൽ ഇല്ല. കരുണാകരൻ ഇവരെല്ലാം കൂടി സബോട്ടേജ് ചെയ്യാൻ, മാണിയും കുഞ്ഞാലിക്കുട്ടി കൂടി സബോട്ടേജ് ചെയ്യാൻ കാരണം കരുണാകരൻ ഇവരെ വലിയ മേധാവിത്വം ഉണ്ടായിരുന്നു. കാരണം ഇവരൊക്കെ വലിഞ്ഞു കയറി വന്നതാണ്. എസ്പെഷ്യലി മുസ്ലിം ലീഗ് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ചീത്തപ്പേരെല്ലാം കൊണ്ട് വലിഞ്ഞു കയറി വന്നൊരു സംഭവമാണ്. അപ്പോൾ കരുണാകരനുള്ള സമയത്ത് അവർക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവർ കരുണാകരൻ ഉമ്മൻചാണ്ടിയുടെ കൂടി സബോട്ടേജ് ചെയ്തത്. ആന്റണിയുടെ കാര്യത്താണ് മലപ്പുറത്ത് തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഒരുക്കി കൊടുത്ത കുഞ്ഞാലിയോട് നോ പറയാൻ അദ്ദേഹത്തിനും പറ്റില്ല. അത് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ കാര്യം. ഇവിടെ ലീഗിൻ്റെ കാര്യം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഓരോ കക്ഷിയെ പരിശോധിക്കുക. ലീഗിൻ്റെ കാര്യം എന്താണ്? ലീഗ് അധികം ഒന്നും ചോദിച്ചിട്ടില്ല. കഴിഞ്ഞ ഇലക്ഷനിൽ 20 സീറ്റ് ജയിച്ചുകൊണ്ട് 80% വിജയം നേടിയ ഒരു പാർട്ടിയാണ്. പക്ഷേ ലീഗ് കൂടുതൽ സീറ്റ് ചോദിച്ചിട്ടില്ല. മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വിജയ സാധ്യതയില്ല, എൻ്റെ ബാലുശ്ശേരി ഉൾപ്പെടെയുള്ള സീറ്റുകൾ വെച്ച് മാറാം എന്ന് അവർ തീരുമാനിക്കുകയും ചെയ്തിട്ടു. ആ രീതിയിൽ ചർച്ചകൾ പോകുന്നുണ്ട്. പക്ഷേ ലീഗ് ചെയ്ത ഒരു തെറ്റ് ശുദ്ധമല്ലാതെ തെമ്മാടിത്തരം സഭയോടാണ്. കാരണം നമ്മൾ ലീഗിന് ഒരു ആദരവ് കൊടുത്തിട്ട് എന്തൊക്കെ ഈ പ്രസംഗങ്ങളുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന പാർട്ടിയാണ്. കഴിഞ്ഞ തവണ കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടി വായി സഭയ്ക്ക് എഴുതിയ കത്ത്, ആ കത്ത് പറഞ്ഞ എന്താണ്? തിരുവമ്പാടിയിൽ നമുക്ക് അടുത്ത തവണ മാറി ചിന്തിക്കാം. ഇത്തവണ ആ ഒരു മാറി ചിന്തിക്കാനുള്ള യാതൊരു തരത്തിലുള്ള തയ്യാറെടുപ്പും നടത്താതെ തങ്ങളെ കൊണ്ട് പ്രഖ്യാപിച്ചു. എന്നിട്ട് പറഞ്ഞു തങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല, തങ്ങളായി നിൽക്കുമ്പോൾ നമ്മളൊക്കെ തങ്ങൾ ബഹുമാനിക്കും. കാരണം കേരളത്തിൽ സെക്യുലറിസം നിലനിർത്തുന്നതിൽ മന്ത്രിക്കാര്യത്തിലും ഇതേ അവസ്ഥ. അതെ, 47 ശേഷം നമ്മൾ ശിവ തങ്ങൾ ഒരുപാട് നമ്മൾ ബഹുമാനിച്ചു, ഇപ്പോഴും നമ്മൾ ബഹുമാനിക്കുന്നു. പക്ഷേ തങ്ങൾ ഇങ്ങനെ അങ്ങ് ഓരോന്ന് പ്രഖ്യാപിക്കുക,
പിന്നെ തങ്ങൾ പറഞ്ഞ മാറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ തങ്ങളെ മാറ്റേണ്ടി വരും. അങ്ങനെയാണ് തൂക്കിയിൽ ഖലീഫിനെ മാറ്റിയത്. ഇത് ലീഗിന് പൊതുവേ നമ്മളെല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എതിർപ്പുള്ള BJP-കാരൻ പോലും കൊടുക്കുന്ന ഒരു റെസ്പെക്ട് ഉണ്ട്, അതില്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം. വേറെ പ്രശ്നം ലീഗിൻ്റെ അകത്ത് ഉണ്ടെന്ന് തോന്നുന്നില്ല. മാണിയുടെ പ്രോബ്ലം എന്താ? മാണിയുടെ പ്രോബ്ലം, മാണിയെ സംബന്ധിച്ചിടത്തോളം മാണിക്ക് ശക്തി കുറഞ്ഞു, അത് മാണിക്കറിയാം. ഈ ഫ്രാൻസിസ് ജോർജ് ഒന്നും ഉണ്ടാക്കുന്ന ചില്ലറ പ്രശ്നമല്ല, വൻതോതിൽ കൊഴിഞ്ഞുപോക്കാണ്. കാരണം അത് പലപ്പോഴും ക്രിസ്ത്യാനികൾ കുറച്ച് വിവരമുള്ളതുകൊണ്ട് അവർ ഈ തെരുവിലിറങ്ങി കാണിക്കില്ല. പക്ഷേ ഈ ഇലക്ഷന് മനസ്സിലാക്കാൻ പോകുന്നതാണ്. ഈ PC ജോർജൊക്കെ LDF-ന്റെ കൂടെ ഒന്ന് സജീവമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ സെൻട്രൽ ട്രാവൻകൂർ മേലെ മാണിക്ക് വലിയ തിരിച്ചടി കിട്ടും. ഈ ഒരു പേടിയുണ്ട്. മാത്രമല്ല സഭയുടെ ഒന്നും പണ്ടത്തെ പോലെയുള്ള സപ്പോർട്ടും മാണിക്കില്ല. ആ പിന്നെ മാണിയുടെ മകൻ നടത്തിയ ആ ഒരു സത്യാഗ്രഹം സത്യത്തിൽ ഫ്ലോപ്പായിരുന്നു. ബിഷപ്പുമാരൊക്കെ നാട്ടുകാർ അവസാനം അവരെ കുറ്റം പറയേണ്ട വിചാരിച്ച് പോയതാണ്. മാത്രമല്ല മാണിയുടെ മകൻ ഒന്ന് പറഞ്ഞു, കേന്ദ്രമന്ത്രി വേറൊന്ന് പറഞ്ഞു, അവസാനം മാണിയുടെ മകൻ പറഞ്ഞു എവിടെയില്ലേ, അത് അവകാശവാദങ്ങളൊന്നും എവിടെ എത്തിയിട്ടില്ല. അപ്പോൾ മാണിയെ സംബന്ധിച്ചിടത്തോളം ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ്. അപ്പോൾ മാണിയെ ഏറ്റവും കൂടുതൽ കോൺഗ്രസിൽ പിടിക്കാൻ പറ്റിയ സമയം ഇതാണ്. ഈ സമയത്ത് കോൺഗ്രസ് ശക്തമായി നിൽക്കുകയാണ് വേണ്ടത്. അങ്ങനെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതൊരു ആ രീതിയിലാണെന്ന് പോകുന്നത്. പക്ഷേ വേറൊരു പ്രശ്നം ഇന്ന് കോൺഗ്രസിനുണ്ട്. കഴിഞ്ഞ ഇലക്ഷൻ്റെ എല്ലാം തന്നെ കോൺഗ്രസ് നേരിട്ട് അത് ബെറേഴ്സ് ആന്റണി ഉമ്മൻചാണ്ടി ഒരു ലീഡറിൻ്റെ അണ്ടറിലാണ്. ഇന്ന് 3 ലീഡറുണ്ട്. ഇവിടെയാണ് കോൺഗ്രസ്, എനിക്ക് തോന്നുന്നു കോൺഗ്രസ് അത് പറയാൻ മടിക്കുന്ന ഒരു പ്രശ്നമുള്ളത്. കാരണം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി ഈ ഭരണ തുടർച്ച ഉണ്ടായാൽ പോലും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണോ നിർബന്ധമില്ല. എനിക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ചിലപ്പോൾ രമേശ് ആവാം, അതിൽ കൂടുതൽ സുധീരന് സാധ്യതയുണ്ട്. ഉമ്മൻചാണ്ടി നിങ്ങൾക്കറിയാലോ, ഒരു ഇലക്ഷൻ ജയിപ്പിക്കാൻ പറ്റുന്ന തോൽപ്പിക്കാൻ ഉമ്മൻചാണ്ടി മിടുക്കലാണ്. അതുകൊണ്ട് തന്നെ ഈ സകല ഫയലുകൾ ഒപ്പിട്ട് പോയത്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് ഈ ഇലക്ഷനിൽ കോൺഗ്രസ് തിരിച്ചു വരണം എന്ന് ആഗ്രഹമില്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഇലക്ഷനിൽ ആരാണ് കോൺഗ്രസിനെ കൃത്യമായി റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ത്രിമൂർത്തി എന്നൊക്കെ പറയാൻ സുഖമാണ്, പക്ഷേ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അതിൽ കൂടുതൽ ഇസ്ലാമിലെ ദൈവം അല്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യാനിറ്റി യഹോവ എന്നൊക്കെ പറഞ്ഞാൽ ഒരാളാവുന്നത് എപ്പോഴും നല്ലത്. അപ്പം ഈ ഒരാളില്ലാത്തതിൻ്റെ പ്രശ്നം വെച്ചിട്ടാണ് ഇവർ ഈ വില വഹിച്ചുകൊണ്ട്. ഇവർ ആരോടാണ് വില വഹിച്ചത് ഇവർക്ക് അറിയില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുൻ കാലഘട്ടത്തിലെ UDF-നെ അപേക്ഷിച്ച് അങ്ങനെ കുറച്ച് ബെച്ചാണ്. അത്രമാത്രം അടി നമ്മൾ കാണുന്നില്ല. പക്ഷേ അടി മൂത്ത് വരുന്നേ ഉള്ളൂ. ഈ അടി മൂത്ത് വരുമ്പോൾ ഇവരുടെ ലീഡർഷിപ്പ് ക്രൈസിസ് എങ്ങനെ ഇവർ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യെസ്, ആ പ്രധാനപ്പെട്ട കാര്യം നിൽക്കുമ്പോൾ നിലവിലെ അവസ്ഥയിൽ സെൻട്രൽ ട്രാവൻകൂർ മധ്യ തിരുവിതാംകൂറിന്റെ ഒരു രാഷ്ട്രീയത്തിന് ഏറ്റവും പ്രസക്തമുണ്ടായിരിക്കും തീർച്ചയായും ഈ ഇലക്ഷനിൽ. അങ്ങനെയാണെങ്കിൽ മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയം ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഈ അവസ്ഥയിൽ മാണി എടുക്കുന്ന നിലപാടുകളെ കോൺഗ്രസ് ഏതു തരത്തിലായിരിക്കും പിന്തുണയ്ക്കേണ്ടി വരുമോ, അടിയറവ് വെക്കേണ്ടി വരുമോ മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയം അനുസരിച്ച്? ചുരുക്കി തീർച്ചയായും യെസ്, അങ്ങനെയാണെങ്കിൽ തീർച്ചയായും എനിക്കത് മതി. അങ്ങനെയാണെങ്കിൽ അതിന്റെ സാഹചര്യങ്ങൾ ഏതു തരത്തിലേക്ക് ആയിരിക്കും? ലീഗിന്റെ നിലപാട് വരുന്നു, ഇനി ചർച്ചയ്ക്കില്ല, ഞങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. കേരള കോൺഗ്രസ് എം കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നു, 18 ആവശ്യം. അങ്ങനെ ഒരു തീരുമാനമില്ലാതെ ഇനി ഇങ്ങോട്ട് ചർച്ചയ്ക്ക് വരണ്ട എന്ന് കേരള കോൺഗ്രസ് എം നിലപാടെടുക്കുമ്പോൾ, മാണി നിലപാടെടുക്കുമ്പോൾ, മാധ്യമപ്രവർത്തകരും മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ ചിത്രങ്ങൾ വ്യക്തമായി മറ്റ് വിദേശ മാധ്യമങ്ങൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന റെജി ലൂക്കോസ്, മധ്യ തിരുവിതാംകൂറിന് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രസക്തമായിരിക്കും. അത് എന്നും ഇക്കാലവുമല്ല, UDF-നെ സംബന്ധിച്ചിടത്തോളം എന്നും അങ്ങനെ തന്നെയാണ്. മാണിയുടെ തട്ടകം അതാണ് എങ്കിൽ കഴിഞ്ഞ തവണ 15 സീറ്റ്, ഇന്ന് മാണി പറയുന്നു 3 കൂടി വേണം. അദ്ദേഹം സ്പെസിഫൈ ചെയ്യുന്നുണ്ട് ഏതൊക്കെ എന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. 18 സീറ്റ് ചോദിക്കാൻ മാത്രം UDF-ൽ മാണിയുടെ നില അങ്ങ് കോൺഗ്രസിനെക്കാളും മെച്ചമാണോ റെജി ലൂക്കോസ്? ഒരിക്കലുമല്ല. കാരണം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്ന് അവകാശപ്പെടുന്ന 3 സീറ്റുകൾ വർധനവ് വാസ്തവത്തിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ സീറ്റ് മോഹികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ളതാണ്. പിന്നാമ്പുറത്ത് അവരൊരു ധാരണയിലെത്തിയിട്ടുണ്ടെന്നുള്ളവരും നിശ്ചയമാണ്. കാരണം മുൻകാലങ്ങളിലെ അനുഭവങ്ങൾ നമ്മളെ തെളിയിക്കുന്നു. കേരള കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനം മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ള അടുത്ത മന്ത്രിസഭാ രൂപീകരണത്തിന് നിർണായകമല്ല എന്നൊരു വസ്തുതയാണ്. മധ്യ തിരുവിതാംകൂറിൽ നിന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ആര് ഭരിക്കണം എന്നതിലേക്കുള്ള ഒരു കൈവിരൽ ചൂണ്ടൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നുള്ളതാണ് പുറത്തുവരുന്ന യാഥാർത്ഥ്യങ്ങളും ആയ സംഭവവാസങ്ങളും നമ്മളെ തെളിയിക്കുന്നത്. അതിനൊരു കൃത്യമായ ഉദാഹരണം പറഞ്ഞാൽ, മധ്യ തിരുവിതാംകൂർ കാലങ്ങളായിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഒരു UDF ചായ്വ് കാലാകാലങ്ങളിൽ പ്രകടിപ്പിച്ചിരുന്ന ഒരു പ്രദേശമാണ്. പക്ഷെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ മധ്യ തിരുവിതാംകൂറിലെ പ്രത്യേകിച്ച് കോട്ടയം, എറണാകുളം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങൾ, ഇടുക്കി ജില്ല, പത്തനംതിട്ട, ആലപ്പുഴ പോലുള്ള ജില്ലകളിൽ ജനങ്ങൾ 2 രീതിയിലാണ് ചിന്തിക്കുന്നത്. ഒന്ന്, ഇപ്പോൾ നടക്കുന്ന ദുർഭരണത്തിനെതിരെ ഒരു വിധിയെഴുത്ത്. രണ്ടാമത്തതാണ് ഏറ്റവും മുഖ്യമായ കാര്യം. അതെന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ വിദേശ മലയാളികളിൽ നിന്നും ഏറ്റവും കൂടുതൽ പണം കേരളത്തിലേക്ക് ഒഴുകുന്ന ഒരു വിഭാഗം നേഴ്സുമാരാണ്. ഇവർ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഇവരുടെ തൊഴിലവസരങ്ങൾ നിഷേധിക്കപ്പെടുകയും
അവരുടെ ഭവനങ്ങളിൽ ഇന്ന് ദാരിദ്ര്യം തന്നെയാണ് കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെതിരെ നിശബ്ദമായ ഒരു മുന്നേറ്റം, ഒരു ജനവികാരം ഈ 4-5 ജില്ലകളിൽ പ്രകടമാണ്. പിന്നെ സന്ദർഭത്തിന് വിരുദ്ധമായിട്ട് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ചർച്ചയിൽ ആദ്യം തന്നെ നിങ്ങൾ ചർച്ചയിൽ കൊണ്ടുവന്ന PC ജോർജിനെ കുറിച്ച്. PC ജോർജ് എന്ന് പറയുന്ന ഘടകം തിരുവിതാംകൂറിലെ എല്ലാ ജില്ലകളിലും ബാധിക്കുന്നില്ല എങ്കിലും കോട്ടയം ജില്ലകളിലെ ഇടുക്കി ജില്ല, പത്തനംതിട്ട ജില്ലയുടെ ചില ഭാഗങ്ങളിൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. പൂഞ്ഞാർ പോലൊരു നിയോജകമണ്ഡലത്തിൽ നിന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് PC ജോർജിനെ നിയമസഭയിലേക്ക് പറഞ്ഞു വിടുവാനാണ്. അതിന് എതിരായി വരുന്ന ഏത് ഘടകങ്ങളിലെ ആ പ്രദേശത്തെ ജനങ്ങൾ എതിർക്കും എന്നതും ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ എനിക്ക് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് റെജി ലൂക്കോസ്. അങ്ങനെ PC ജോർജിന്റെ കാര്യം താങ്കൾ പറയുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന്, കേരള കോൺഗ്രസ് എം 15-ൽ നിന്ന് 3 ആവശ്യപ്പെടുകയാണ്. താങ്കൾ പറയുന്നു അതൊക്കെ സംതൃപ്തി, പ്രത്യേകിച്ച് ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. PC ജോർജിന്റെ നിലപാട് കോട്ടയം എന്ന് താങ്കൾ അടിവരയിടുമ്പോൾ ഫ്രാൻസിസ് ജോർജ് അദ്ദേഹത്തിന്റെ നിലപാട് മധ്യ തിരുവിതാംകൂറിനെ സംബന്ധിച്ച് എത്രത്തോളം പ്രസക്തമായിരിക്കും? മധ്യ തിരുവിതാംകൂർ കഴിഞ്ഞ് മലബാറിന്റെ ബോർഡറുകളും എനിക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. അതേ അവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ ഡോക്ടർ ജോസഫ് അടക്കമുള്ളവർ അവരുടെ പേരുകൾ ഞാൻ പറയുമ്പോഴും അവർക്ക് പിന്നിൽ നിൽക്കുന്ന ശക്തികൾ, അവരുടെ രാഷ്ട്രീയം ഒന്ന് ചുരുക്കാമോ? തീർച്ചയായിട്ടും ഫ്രാൻസിസ് ജോർജിനെ സംബന്ധിച്ചോളം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന അപൂർവം മാന്യതയുള്ള രാഷ്ട്രീയക്കാരൊരാളാണ് ശ്രീ ഫ്രാൻസിസ് ജോർജ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നും ഫ്രാൻസിസ് ജോർജിനോടൊപ്പം പടികടന്നു പോന്നിരിക്കുന്നത് ഒരു വലിയ ജനവിഭാഗമാണ്. നേതാക്കൾ അവർക്ക് വളരെ ചുരുക്കം മാത്രമേ അവരുടെ കൂട്ടത്തിലുള്ളൂ. പക്ഷേ ഫ്രാൻസിസ് ജോർജിനോടൊപ്പം ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന ജനങ്ങൾ വളരെ ഗണ്യമാണ്. അത് നിശ്ചയമായിട്ടും കേരളത്തിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മധ്യ തിരുവിതാംകൂറിലെ വിവിധ ജില്ലകളിലും കൂടാതെ കേരളത്തിന്റെ വടക്കൻ മേഖലകളിലെ കുടിയേറ്റ മേഖലകൾ, കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങള്, ഈ പറയുന്ന കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങള്, വയനാട് ജില്ല പോലുള്ള പ്രദേശങ്ങൾ അത് നിശ്ചയമായിട്ട് ബാധിക്കും. അതിന്റെ സൂചനകൾ വിവിധ മേഖലകളിൽ നിന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. താങ്കൾ തുടരുക റെജി ലൂക്കോസ്. മറ്റ് അതിഥികളിലേക്കും കൂടെ പോകേണ്ടതുള്ളത് കൊണ്ടാണ് സാന്ദർഭികമായി താങ്കളിലേക്കും വരാം. ജെ അജിത് കുമാർ, ശക്തിയല്ല കാര്യം, സംതൃപ്തിപ്പെടുത്തണം, കുറച്ചുപേരെ ഒന്ന് കൂട്ടിച്ചേർത്ത് നിലനിർത്തണം. മധ്യ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയം റെജി ലൂക്കോസ് പറഞ്ഞു കഴിഞ്ഞു. അവിടെ എന്ത് ബോധമാണ് KM മാണിക്കുള്ളത് എന്നുള്ളത് ചോദ്യചിഹ്നമാകുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ നിലപാടുകളും വിരുദ്ധമായി വീക്ഷിക്കപ്പെടും. ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞ അതിൽ നിന്ന് തന്നെ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് തന്നെ ഈ ശ്രീ പ്രദീപിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരവ് അതിനകത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ തന്നെ ശ്രീ ഫ്രാൻസിസ് ജോർജിൻ്റെ കാര്യം പറഞ്ഞു, വളരെ മാന്യനായ രാഷ്ട്രീയക്കാരൻ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ സംബന്ധിച്ചു. സെൻട്രൽ ട്രയങ്കൂറിൽ അല്ലെങ്കിൽ കോട്ടയം, എറണാകുളം ആ ജില്ലയിലൊക്കെ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ KM ജോർജ്, ഫൗണ്ടർ ചെയർമാൻ ഓഫ് കേരള കോൺഗ്രസ്, മൂവാറ്റുപുഴയെ ഏറെക്കാലം പ്രതിനിധീകരിച്ചിരുന്നു. അദ്ദേഹം സ്വാഭാവികമായിട്ടും മൂവാറ്റുപുഴ സീറ്റ് ചോദിക്കുന്നതിൽ തെറ്റുണ്ടായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഒരു അവകാശം പോലെ. പക്ഷേ മൂവാറ്റുപുഴ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എത്ര ശക്തമായിട്ട് ആവശ്യപ്പെട്ടാൽ അത് UDF അല്ല കോൺഗ്രസിന് അത് വിട്ടുകൊടുക്കാൻ കഴിയില്ല. ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടല്ലോ. അത് യാഥാർത്ഥ്യമായിട്ട് അംഗീകരിക്കാം. ശ്രീ ഫ്രാൻസിസ് ജോർജിൻ്റെ മാന്യത അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ 1962 ആർ ശങ്കർ മന്ത്രിസഭയിൽ ഇടയ്ക്കൊന്ന് പിന്നോട്ട് പൊക്കോട്ടെ, ശ്രീ ആർ ശങ്കർ മുഖ്യമന്ത്രിയായിരുന്ന ആ മന്ത്രിസഭയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏക മന്ത്രിയായ ശ്രീ MP ഗോവിന്ദനാർ, ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് കാലാവധി കഴിഞ്ഞ് പൂർത്തിയാക്കിയ അഡ്വക്കേറ്റ് MP ഗോവിന്ദനാർ കോട്ടയം, അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്, ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ്. ശ്രീ PT ചാക്കോ, ശ്രീ PC തോമസിൻ്റെ മറ്റേ കേരള കോൺഗ്രസിലെ ബാലകൃഷ്ണപിള്ള അത് ശരിയല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ആ കാലത്ത് ഉണ്ടായിരുന്ന അതെ തീർച്ചയായിട്ടും. അപ്പം ശക്തിത ഈ ശ്രീ PC തോമസിൻ്റെ അച്ഛൻ PT ചാക്കോ അദ്ദേഹം ഒരു വിവാദത്തിലൊക്കെ പെടുകയും അങ്ങനെയാണല്ലോ മറ്റേ ആർശങ്കർ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തമ്മിലുള്ള കലഹത്തിലേക്ക് PC സംഭവത്തിനൊക്കെ ശേഷമുള്ള അന്ന് പരസ്യമായിട്ട് ശ്രീ PT ചാക്കോയെ അനുകൂലിക്കുകയും രഹസ്യമായിട്ട് PT ചാക്കോയുടെ രക്തത്തിന് വേണ്ടി കഴുകുകയും ചെയ്ത ആളാണ് ശ്രീ KM ജോർജ് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ശ്രീ MP ഗോവിന്ദനാരെന്ന് പറഞ്ഞ വന്യവയോധികൻ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വസനീയത നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കേ തന്നെ ശ്രീ ഫ്രാൻസിസ് ജോർജിൻ്റെ ഈ സ്വീകാര്യതയെ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞ പോലെ നമ്മൾ മാനിക്കുന്നു. ശ്രീ ഫ്രാൻസിസ് ജോർജിന് വേണ്ടി ഒരു സീറ്റ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഈ കോട്ടയത്തോ ഇടുക്കിയിലോ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ എന്തോ അഭിപ്രായ വ്യത്യാസം കൊണ്ടായിരിക്കണം. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ശ്രീ ഫ്രാൻസിസ് ജോർജ് ഇടുക്കിയെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ പോയാൽ ആ സ്ഥിതിവിശേഷം നിൽക്കുമ്പോൾ തന്നെ ഒരു മിനിറ്റ് ഞാൻ തീർത്തില്ല. അവർക്ക് 3 പേർക്ക് സീറ്റ് കൊടുക്കാമെന്ന് കേരള കോൺഗ്രസിന്റെ നേതൃത്വം അംഗീകരിച്ചിരുന്നു എന്ന് അവർ തന്നെ വളരെ വ്യക്തമായി പറയണ്ടേ. ഇല്ലാന്ന് ഇവരാരും നിഷേധിച്ചിട്ടില്ല. അല്ല ശക്തിട്ടാ അതാണ് ഞാൻ അത് പറയാനാണ് ഞാൻ വന്നത്. അവര് പറഞ്ഞാട്ടെ, ഞാൻ അജിത്ത് പറഞ്ഞു വന്നിട്ട് അവര് പറഞ്ഞൊരു കാര്യം, അവർ സീറ്റ് മാത്രമല്ല അവർ ചില സമീപനങ്ങൾ എടുത്തിട്ടുണ്ട്. അല്ല ഈ മറ്റേ NDAയുമായിട്ട് മറ്റേ
ഗൂഢ ചർച്ച നടത്തി അവർ പോകാനായിട്ടുള്ള ചില നീക്കങ്ങൾ ആ പാർട്ടിക്കകത്ത് അതിനകത്ത് ഉണ്ടായിരുന്നവർക്കല്ലേ അറിയൂ. അല്ല, അതിനകത്ത് അതൊക്കെയാണ് അവർ നയപരമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വളരെ പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എവിടെയാണ് അതിനെ നിഷേധിക്കാൻ കെ എം മാണിക്ക് നാവ് പൊങ്ങിയിട്ടില്ല. ഈ മക്കൾ രാഷ്ട്രീയവും SRS കൂട്ടിച്ചേർത്ത NDA ചർച്ചയും വരുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം അതിൽ കൂട്ടിച്ചേർക്കാറുണ്ട്. അത് ഞാൻ വരാം. എവിടെയാണ് കോൺഗ്രസിലെ ആ സഖ്യം ഒളിഞ്ഞിരിക്കുന്നത്? തുടക്കത്തിൽ ശ്രീ പി സി ജോർജ് 1.5 കൊല്ലമായിട്ട് ഫ്രാൻസിസ് ജോർജ് 1.5 മാസമായിട്ട് ഇത് പറയാൻ തുടങ്ങിയിട്ടുള്ളൂ. ആയിക്കോട്ടെ, അവരൊരു പാർട്ടിക്കകത്ത് നിന്നിരുന്നപ്പോൾ അവർക്ക് പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മാത്രമാണ് ഏറ്റവും അപകടകരമായ ഒരു വസ്തുത ഒളിഞ്ഞിരിക്കുന്നത്. SRS ചൂണ്ടിക്കാണിച്ചതും ഫക്രുദ്ദീൻ ചൂണ്ടിക്കാണിച്ചതും മക്കൾ രാഷ്ട്രീയവും NDA ചർച്ചയ്ക്കും അപ്പുറം കോൺഗ്രസിന്റെ അകത്ത് ഉമ്മൻചാണ്ടി വിഭാഗം കെ എം മാണിയെ കൂട്ടുപിടിച്ചുകൊണ്ട് NDAയുമായി ഈ അസംബ്ലി ഇലക്ഷനിൽ ചർച്ച നടത്തുന്നു. അത്തരം വിഷയങ്ങൾ നാം പരിഗണിക്കേണ്ടതുണ്ട്. പച്ച മലയാളത്തിൽ പറയാൻ എന്തൊരു വിവരം കെട്ട ആർഗ്യുമെന്റ് ആണ്. താങ്കൾ വിവരം പറഞ്ഞു നല്ല. പക്ഷേ ഫ്രാൻസിസ് ജോർജ് തന്നെ പുറത്തു പറയുമ്പോൾ മക്കളുടെ രാഷ്ട്രീയത്തെക്കുറിച്ചും ഇപ്പോൾ പറഞ്ഞ NDA ചർച്ചയും പറയുമ്പോൾ അത് കെ എം മാണിക്ക് NDAയിൽ സഖ്യകക്ഷിയാകാനല്ല, വീണ്ടും അധികാരമോഹിയായ ഉമ്മൻചാണ്ടിക്ക് ചില ഷെയറിങ്സ് കിട്ടുമോ കെ എം മാണി വഴി? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചില നീക്കുപോക്കുകൾ നടത്താം. 20 ഞങ്ങൾക്ക് പിന്തുണ തരാം, 5 ഞങ്ങൾക്ക് പിന്തുണ തരൂ. ഈ പ്രോസസിന്റെ അപകടമാണ് നാം തിരിച്ചറിയേണ്ടത്. അത് ഉമ്മൻചാണ്ടി വിരുദ്ധരായ കോൺഗ്രസ്സുകാർ തിരിച്ചറിയുന്നുണ്ടോ അജിത് കുമാർ? അവിടെ അതിനു മുമ്പ് ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതിൻ്റെ ഒരു മറുപടിയായിട്ടാണ് ഒരു വീക്ഷണമാണ് ഞാൻ നടത്തിയത്. അതിനു മുമ്പ് ശ്രീ ഫക്രുദ്ദീൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കോൺഗ്രസിനകത്ത് എന്തോ ഒരു വലിയ നേതൃത്വ പ്രതിസന്ധി ഉണ്ടെന്നുള്ള രീതിയിൽ, ലീഡർഷിപ്പ് ക്രൈസിസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ശ്രീ ഫക്രുദ്ദീൻ ഒരു ഒബ്സർവേഷൻ നടത്തി. അദ്ദേഹത്തിന് കിട്ടിയ ഇൻസൈഡ് ഇൻഫർമേഷൻ എന്തെങ്കിലും വെച്ചിട്ടാണോ? ഒബ്സർവേഷൻ അല്ലല്ലോ. അല്ല, പറയട്ടെ. അങ്ങനെ ഒരു അവസ്ഥ നിൽക്കുമ്പോൾ അതിന്റെ മറുപടി കൂടെ എനിക്ക് പറയേണ്ടതുണ്ട് പ്ലീസ്. അങ്ങനെ ഒരു നേതൃത്വ പ്രതിസന്ധി കോൺഗ്രസിലില്ല. കോൺഗ്രസ് ഇപ്പം ഹൈക്കമാൻഡ് തീരുമാനിച്ചു ഇവർ 3 പേരും മത്സരിക്കണം തീരുമാനിച്ചാൽ പോലും അങ്ങനെയുള്ള പ്രതിസന്ധി LDF-ലാണ്. എനിക്ക് റെജി ലൂക്കോസിലേക്ക് ഒരു ചെറിയ സമയം, CPM-ലാണ് നേതൃപ്രതിസന്ധി. റെജി ലൂക്കോസിലേക്ക് ഒരു അല്പസമയം. റെജി ലൂക്കോസ്, ചോദ്യം നേരത്തെ പറഞ്ഞതാണ്. ഫ്രാൻസിസ് ജോർജിലേക്ക് ചർച്ച വരുമ്പോൾ മധ്യ തിരുവിതാംകൂറിൽ താങ്കൾ പറയുന്നു വോട്ടുകളിൽ ഗണ്യമായൊരു വിഭാഗം നിലപാടുകൾക്കനുസരിച്ച് മാറ്റപ്പെടും എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചത് താങ്കൾ കേട്ട് കാണും. കെ എം മാണി NDAയുമായി ചർച്ച നടത്തുന്നത് NDAയുടെ സഖ്യകക്ഷിയാകാനല്ല, ഉമ്മൻചാണ്ടിക്ക് വേണ്ടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെയും RSSുമായും ഒരു അണ്ടർ കറന്റ് ഉണ്ടാക്കുക, അവിടെ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ കുറച്ച് വോട്ട് കിട്ടുമോ, ആ രീതിയിലേക്ക് കെ എം മാണിയെ ഉപയോഗിക്കുക. ആ തിരിച്ചറിവാണ് ഫ്രാൻസിസ് ജോർജിനെയും അതോടൊപ്പം തന്നെ ആന്റണി രാജു അടക്കമുള്ളവരെ പുറത്തു വരുന്നു. ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത് ഈ കാര്യമാണ്, നാം അപകടകരമെന്ന് തിരിച്ചറിയപ്പെടേണ്ട കാര്യം. അതായത് കെ എം മാണി, ഫ്രാൻസിസ് ജോർജ് പറഞ്ഞ കെ എം മാണി NDA കൂട്ടുകെട്ട് കേരള കോൺഗ്രസ് എമ്മിന് NDAയിൽ സഖ്യകക്ഷിയാകാനല്ല, മറിച്ച് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ചില വോട്ടുകൾ മറിക്കാൻ, അടിയൊഴുക്കുകൾ സൃഷ്ടിക്കപ്പെടാൻ ആ സൂചന ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ മധ്യ തിരുവിതാംകൂറിൽ നിന്ന്? റെജി ലൂക്കോസ്. നിരീക്ഷണം വളരെ കൃത്യമാണ്. കാരണം മാണി സാറിനെ സംബന്ധിച്ചോളം അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുക എന്നത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷേ ഇതിനകത്തൊരു വലിയ അപകടമുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ ഇവരെ പിന്തുണയ്ക്കുന്ന വിഭാഗം, ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം, കേരളത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ സ്വാധീനമാണല്ലോ ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുള്ളത്. ആ വിഭാഗത്തിലെ ജനങ്ങൾ ഇന്ന് ഭയപ്പാടോടുകൂടിയാണ് മാണി കേരള കോൺഗ്രസിനെ വീക്ഷിക്കുന്നത്. മാണി കേരള കോൺഗ്രസിനെ അങ്ങനെ വീക്ഷിക്കാൻ കാരണം കെ എം മാണിയുടെയും ജോസ് കെ മാണിയുടെയും നേതൃത്വത്തിൽ രഹസ്യമായി NDA സഖ്യത്തിലേക്ക് കുടിയേറാനോ അല്ലെങ്കിൽ അവരുമായ ഒരു ബാന്ധവം സൃഷ്ടിച്ചുകൊണ്ട് UDF-നെ കരകയറ്റാനായിട്ടുള്ള ശ്രമം നടത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നു തുടങ്ങിയ കാലം മുതൽ, അത് ഏതാനും മാസങ്ങളായിട്ട് അന്തരീക്ഷത്തിലുണ്ട്. ആ സമയം മുതൽ ഇവരെ പിന്തുണയ്ക്കുന്ന വിഭാഗം ഒരു ഭയപ്പാടോടുകൂടിയാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കാണുന്നത്. ഇവര് ഒരു കാരണവശാലും ഇവരെ ഈ രീതിയിലേക്ക് ഇവരുടെ മാനസികാവസ്ഥയെ മാറ്റിയെടുക്കുവാൻ ആ ജനവിഭാഗം തയ്യാറാകത്തില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ പ്രദേശങ്ങളിൽ നമ്മൾക്ക് കാണുവാൻ സാധിച്ചത്. കാരണം മധ്യ തിരുവിതാംകൂറിലെ ഇവരെ പിന്തുണയ്ക്കുന്ന ആ ജനവിഭാഗം അതൊരു പരിധിവരെ ക്രിസ്തീയ ജനവിഭാഗമാണ്. അതിൽ കത്തോലിക്ക ജനവിഭാഗത്തിനാണ് മുൻകൈ. ആ വിഭാഗത്തിൽ മറ്റൊരു യാഥാർത്ഥ്യം കൂടെ അവരുടെ മനസ്സിൽ അലയടിക്കുന്നുണ്ട്. അതായത് കേരളത്തിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന വർഗീയവൽക്കരണം. ഈ വർഗീയവൽക്കരണത്തിനെതിരെ
കേരളത്തിലെ ഈ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളിലും അതല്ലാതെയുള്ള മതേതര മാനസികാവസ്ഥയുള്ള ജനങ്ങളിലും ഒരു വലിയ വികാരം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ഇവിടെ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളവരും അത്തരം രൂപാന്തരപ്പെടലുകൾ വരുമ്പോൾ ഏറ്റവും പ്രസക്തമാകുന്നത് ക്ലിയർ ആണ് റജി ലൂക്കോസ്, താങ്കൾ തുടരുക. SRSലേക്ക് ഫക്രുദ്ദീനിലേക്ക് വരാം. SRS ആ അപകടമാണ് നാം തിരിച്ചറിയേണ്ടത്. വളരെ കാഷ്വൽ ആയിട്ട് ആ അപകടം വളരെ ഭംഗിയായി തന്നെ UDF മണത്തറിഞ്ഞിരിക്കുന്നു. അതിൽ യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ ഇവിടെ പങ്കെടുത്ത് പറഞ്ഞു, മധ്യ തിരുവിതാംകൂറിൽ ഒരു തിരയിളക്കം ഉണ്ടായിട്ടുണ്ട്. ആ തിരയിളക്കത്തിൻ്റെതായ ആനുകൂല്യം UDFനല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിപ്പോൾ ഈ റജി ലൂക്കോസ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ പ്രാദേശിക സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ചില സിംറ്റംസ് നമുക്ക് കാണാൻ കഴിഞ്ഞു. അത് വളർന്ന് വികാസം പ്രാപിക്കുകയില്ലാതെ അത് ചുരുങ്ങിയല്ല വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ. അതിനനുസരിച്ച രീതിയിലാണ് ആ പാർട്ടിക്കകത്ത് തന്നെ കേരള കോൺഗ്രസിൽ ഇപ്പോൾ ഒന്നായി നിന്ന് ജോസഫ് അടക്കമുള്ള കേരള കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളുടെ ഒരു പരിണാമം നാം പരിശോധിച്ചാൽ അത് ആ ക്രിസ്തീയ ജനവിഭാഗത്തിൽ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ കത്തോലിക്കരുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മനംമാറ്റത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ചിന്തിക്കലിൻ്റെയോ ഒക്കെ സ്വഭാവം നമുക്കതിനകത്ത് കാണാം. ഇത് സ്ഥായിയായ സ്വഭാവമാണെന്ന് ഞാൻ പറയില്ല. ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലെ വിപത്ത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ മാറി ചിന്തിച്ചേ പറ്റൂ ആ സമൂഹത്തിന് എന്നുള്ള ഒരവസ്ഥ സംജാതമായിരിക്കുന്നത് കൊണ്ട് കൂടിയാണ്. അത്തരം അപകടങ്ങളാണ് ജെ അജിത് കുമാർ UDF അല്ല കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത്. വളരെ കാഷ്വൽ അല്ല കാര്യങ്ങൾ. കാരണം ഫ്രാൻസിസ് ജോർജ് പറയുന്നു NDA ചർച്ച എന്ന് പറയുമ്പോൾ അതിന്റെ ഉപരിപ്ലവതയിൽ നിങ്ങൾ തന്നെ കളിക്കുന്നുണ്ടെങ്കിൽ അത് സാമാന്യ ജനങ്ങൾ അത് മനസ്സിലാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവിടെയാണ് ഒരു ഹിഡൻ അജണ്ട. അതാണ് ഞാൻ വ്യക്തമാക്കുന്നത്. ഫ്രാൻസിസ് ജോർജ് പറയുന്ന NDA ചർച്ച എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് എമ്മിന് NDAയിൽ ഘടകകക്ഷിയാകാനല്ല, പണ്ടുണ്ടായിരുന്ന കോലീബി സഖ്യം അതിന്റെ മറ്റൊരു വെർഷൻ. താങ്കളിലേക്ക് വരാം ഫക്രുദ്ദീൻ. റജി ലൂക്കോസ് അത് അടിവരയിടുകയാണ്. ആ അപകടത്തെ കോൺഗ്രസും തിരിച്ചറിയപ്പെടേണ്ടതില്ലേ? ഉമ്മൻചാണ്ടിയുടെ ഈ ടാക്ടിക്സ്, അവസാന നിമിഷം വരെ ഫയലുകൾ ഒപ്പിടുന്നു, ഉത്തരവുകൾ ഇറക്കുന്നു, വിവരാവകാശ നിയമത്തെ അട്ടിമറിക്കുന്നു, അഴിമതികൾ പൊതുജനങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ടോപ്പ് സീക്രട്ട് വിഭാഗത്തെ വിവരാവകാശ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നു. ഒപ്പിടലുകളുടെ കളം നടക്കുമ്പോൾ രാഷ്ട്രീയത്തിന്റെ ഈ അടിയൊഴുക്കുകൾ എവിടെ നിൽക്കും ഫക്രുദ്ദീൻ? രണ്ട് കാര്യം. കേരളം പോലെയുള്ള ഒരു സമൂഹത്തിൽ, ഇത്രമാത്രം മീഡിയ വിജിലന്റ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ, ഇത്രമാത്രം സർവീസ് സംഘടനകൾ വിജിലന്റ് ആയിട്ടുള്ള സമൂഹത്തിൽ ഇതൊന്നും പുറത്തു വരില്ല എന്ന് ഉമ്മൻചാണ്ടിയെ പോലെ തന്ത്രശാലി കരുതുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ രണ്ട് കാര്യമാണ്. ഒന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻസ് പോലെ ഉമ്മൻചാണ്ടി ഈ ഗവൺമെന്റ് തുടരാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അദ്ദേഹത്തിന് സുധീരം വരും എന്നുള്ള തോന്നലുണ്ട്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ കളിച്ചിട്ട് ജനങ്ങൾ എൻ്റെ കൂടെയുണ്ട് എന്ന് വരുത്തി തീർക്കണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ കളിച്ചാലും ഓക്കെ, ഇതൊക്കെ സംഭവിച്ചു, നോക്കൂ, ഹൈക്കമാൻഡിനോട് പറയും, നോക്കൂ, എന്നിട്ട് എനിക്ക് ഭൂരിപക്ഷം കിട്ടി, ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിങ്ങൾ ഇനി ആരെ മുഖ്യമന്ത്രിയാക്കും, ആരെ മുഖ്യമന്ത്രി നിൽക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് BJPയിലേക്ക് ഒരു പാലം ഇടേണ്ടിയിട്ട്, ആ പാലം അങ്ങനെ പാലം ഇടുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തെ ആൾ മാണി, രണ്ടാമത്തെ ആൾ രാജൻബാബുവാണ്. അതിനുള്ള ലിങ്കാണ്. ആണെങ്കിൽ തലയെണ്ണലിന്റെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ് ഉമ്മൻചാണ്ടി. താങ്കൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ എന്റെ വിഭാഗക്കാർ ജയിച്ചു വന്നിരിക്കുന്നു. ഇതാണ് ഞാൻ അജിത്തേട്ടന്റെ പല സുഹൃത്തുക്കൾക്കുള്ള പേടി കൂടി ഞാൻ പറയാം. ഐ ഗ്രൂപ്പിനെ തേടി പിടിപ്പിച്ച് തോൽപ്പിക്കുന്നുള്ള പേടി അവർക്ക് പലർക്കും ഉണ്ട്. അജിത്തേട്ടാ പങ്കുവെക്കില്ല. ശ്രീ ഫക്രുദ്ദീൻ, എനിക്ക് വളരെ തമാശയായിട്ടാണ് തോന്നുന്നത്. അതായത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹാശിസോടുകൂടി ശ്രീ KM മാണി വഴി ജോസ് മാണി വഴി BJPയുമായിട്ട് പാലം ഇടുന്നു എന്ന് പറയുന്നതിനകത്തുള്ള വലിയൊരു മൗഢ്യമുണ്ട്. കോൺഗ്രസും നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇടതുപക്ഷ കക്ഷികളും ഒന്നാം നമ്പർ ശത്രുവായിട്ട് ഒന്നാം നമ്പർ ശത്രു, നമ്മുടെ രണ്ടുപേരുടെ ഒന്നാം നമ്പർ ശത്രു സംഘപരിവാറും BJPയാണ്. ആ BJPയുമായിട്ടൊരു രഹസ്യമായിട്ട് പോലും ഹിഡൻ അജണ്ട എന്ന് ശ്രീ പ്രദീപ് പറഞ്ഞില്ലേ, ഏതെങ്കിലും ഹിഡൻ അജണ്ടയിൽ കൂടി പോലും BJPയുമായിട്ടൊരു സഖ്യം സ്ഥാപിക്കാൻ ശ്രീ മാണിയുടെ ഒരു പാലം കോൺഗ്രസ് തേടും എന്ന് കോൺഗ്രസിനെ മുഴുവനാക്കിയല്ലേ പറയുന്നത്. അവിടെയാണ് അപകടം നടക്കുന്നത്. പാലം തുടങ്ങി എന്നുള്ളത് അവിടെ സംശയം കോൺഗ്രസുകാർ മുഴുവനാണോ? ഒരിക്കലും പക്ഷത്ത് നിർത്തിയിരിക്കുന്ന ഒന്നാം നമ്പർ കക്ഷി ഇന്ത്യൻ തെരഞ്ഞെടുപ്പിന് ശേഷം തലയെണ്ണൽ വരുമ്പോൾ താങ്കൾ അടക്കമുള്ളവർ, ഞാൻ അടക്കമുള്ളവർ എല്ലാവരും പറയുന്നു, എന്താണ് കോൺഗ്രസിനെ നയിക്കുന്നത് ഗ്രൂപ്പിസമാണെങ്കിൽ
ഉമ്മൻചാണ്ടിക്ക് വേണ്ടത് തലയെണ്ണലാണ്. എ അത് ഗ്രൂപ്പിന്റെ അത് ആൾക്കാർ അത് അതിലുപരി അജിത്തേട്ടൻ ഈ പറഞ്ഞ കാര്യം ഞാനൊന്ന് പറയാം. കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ RSSനെ എതിർത്തതും തുറന്നു കാണിച്ച ജവഹർലാൽ നെഹ്റു. ആ ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ് കോലിബി സഖ്യം എന്ന് പറഞ്ഞ ഒരു കാരണമില്ലാണ്ട് തൊണ്ണൂറിൽ BJP കൂട്ടിപ്പിടിച്ചത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ നേതാവ് സുധാകരൻ ഇന്നാൾ കോഴിക്കോട്ടെ പ്രസംഗം നടത്തി. എന്താ സുധാകരൻ പറഞ്ഞത്? ഇന്ത്യയിലെ പ്രശ്നം, കേരളത്തിലെ പ്രശ്നം വർഗീയ ഫാസിസമല്ല, വർഗ ഫാസിസം, കമ്മ്യൂണിസ്റ്റാണ്. വളരെ തെറ്റായ കൃത്യമാണ്. ഇവര് ഒരു അന്തർധാരയുണ്ട്. ശങ്കരാടി പറഞ്ഞ പോലെ ഈ അന്തർധാര അതിശക്തമാണ്. അജിത് കുമാറിനെ പോലെയുള്ള മാധ്യമ രണ്ടുപേരും ചെയ്തു കൂട്ടിയിട്ടുള്ള അതിക്രമങ്ങളുണ്ടല്ലോ രാജ്യത്ത്, അത് വേറൊരു ഗവൺമെന്റ് കോട്ടയത്തെയോ ഇടുക്കിയിലെയോ കുടിയേറ്റ മേഖലയിലെയോ കത്തോലിക്ക സമുദായമോ അല്ലെങ്കിൽ സഭയോ ഒന്നും ആശങ്കപ്പെടുന്ന പോലുള്ള ഉമ്മൻചാണ്ടി ഹൈജാക്ക് ചെയ്യുന്നുണ്ട്. അല്ലല്ല, അങ്ങനെയുള്ള ആശങ്കപ്പെടുന്ന പോലെ ശ്രീ KM മാണിയോ അല്ലെങ്കിൽ ജോസ് മാണിയോ ശക്തി പ്രാപിച്ചാൽ സഭയുടെ സഭയെ കൊണ്ട് അല്ലെങ്കിൽ പിന്നെ BJPയുടെ തൊഴുത്തിക്കൊണ്ട് കിട്ടും എന്നുള്ള ഭീഷണി ഉണ്ടെന്നൊക്കെ, ഇതൊക്കെ എന്ത് കൺക്ലൂഷനാണ് ഇതിലൊക്കെ ചിന്തിക്കുന്നത്? അല്ലല്ല, എന്തിനാണ് BJPയുടെ നേതാക്കന്മാര് അമിത്ഷായെ കാണാനായിട്ട് അമിത്ഷായെ കണ്ടതിന്റെ ഡേറ്റ് വരെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചർച്ച എടുത്തുമ്പോ നമ്മുടെ പപ്പൻചേട്ടൻ അറിയാലോ, പപ്പൻചേട്ടൻ എന്ത് കേട്ടാ ഇപ്പൊ രാത്രി 8 മണി അല്ല 8 മണിയല്ലോ 9 മണി 9 മണി നമ്മുടെ ചർച്ച വൈൻഡപ്പ് ചെയ്യാൻ ഞാൻ ഒരു കാര്യം പറയാം. അവര് ഫ്രാൻസിസ് വെളിയിൽ വന്നതിന് ശേഷം അവർ വളരെ കൃത്യമായ ഡേറ്റ് വരെ പറഞ്ഞു. അതിനൊന്നും ഇവർ നിഷേധിച്ചിട്ടില്ല. ഈ ചർച്ചയിൽ അജിത് കുമാർ, കാരണം ഇത്രയും ആക്രമണങ്ങൾ ഏറ്റല്ലേ ഉമ്മൻചാണ്ടി കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന് തെളിവ് സഹിതം റജി ലൂക്കോസും ഫക്രുദ്ദീനൊക്കെ പറയുമ്പോൾ അല്ലല്ല, ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ ഒരു അല്ലാതെ BJPയോ അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് പാർട്ടിയിൽ അല്ലെങ്കിൽ ശ്രീ ഫക്രുദ്ദീൻ പറഞ്ഞ പോലെ ശ്രീ ഉമ്മൻചാണ്ടി വ്യക്തിപരം എന്ന് വിചാരിച്ചോളൂ. അദ്ദേഹം പോലും ഇങ്ങനെ ഒരു BJPയുമായിട്ടൊരു അലയൻസ്, ഏതാനും സീറ്റുകൾക്ക് വേണ്ടി ഒരു അലയൻസിലേക്ക് എത്തും, രഹസ്യമായ എന്തൊരു കഷ്ടമാണ് മാർക്സിസ്റ്റ് പാർട്ടിയും. ഞാൻ ഒന്ന് തീർത്തോട്ടെ, ഒറ്റ മിനിറ്റ് ശ്രീ ഫക്രുദ്ദീൻ വഴങ്ങി അങ്ങോട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴങ്ങി തരൂ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പിന്നെ ഈ പറഞ്ഞ കത്തോലിക്ക സഭയിലോ കോട്ടയത്തോ ഇടുക്കിയിലോ മാത്രമല്ല, കേരള മനസ്സിൽ തന്നെ, മലയാളി മനസ്സിൽ തന്നെ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പലർത്തുന്നത് വിഷം കലർത്തുന്ന പോലെ സാധനമാണ്. ദയവേത് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കരുത്. അവരെയും തോളയിൽ വെച്ചുകൊണ്ട് ഇടതുപക്ഷമോ ഒന്നുമല്ല അജിത് കുമാർ പറഞ്ഞത്. ഫ്രാൻസിസ് ജോർജും ആന്റണി രാജു ആരാണ് ഫ്രാൻസിസ് ഈ രണ്ട് ചോദ്യങ്ങൾ, അതായത് ഈ ചർച്ച മുഴുവൻ മുന്നോട്ട് പോയത് അത് BJPയുമായുള്ള രഹസ്യ ബാന്ധവത്തിന്റെ പേരിലാണെങ്കിൽ ആ ബാന്ധവത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടത് ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവുമാണ്. സോളാറും ബാർക്കീസും അടക്കം മാധ്യമങ്ങൾക്ക് മുന്നിൽ UDFന് വേണ്ടിയും ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയും KM മാണിക്ക് വേണ്ടിയും വാതോരാതെ പ്രസംഗിച്ചവർ അജിത് കുമാർ. അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ചർച്ച പോയത്. നന്ദി. പങ്കെടുത്തവർക്ക് എല്ലാവർക്കും.